വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ ഷാബു പ്രസാദ്, ഡോക്ടർ വിൻസെൻ്റ് പറഞ്ഞ അഭിപ്രായത്തെ എങ്ങനെ താങ്കൾ കാണുന്നു? അതായത് ഒരു ഇസ്ലാം ഉണ്ടാകുന്നതിന് 1000 വർഷം മുമ്പെങ്കിലും ജൂതന്മാർ ഈ കാനൻ പ്രദേശത്ത് ശക്തരായിരുന്നു. അവർ നിർമ്മിച്ച ക്ഷേത്രം ഏതാണ്ട് BC 586 ആദ്യം ബാബിലോണിയക്കാർ തകർക്കുന്നത്. AD BC 63 വീണ്ടും ആ ക്ഷേത്രം നിർമ്മിച്ചു. AD 636 ഇസ്ലാം അധിനിവേശം അവിടെ ഉണ്ടാകുന്നതും ജൂതന്മാരെ പുറത്തുചാടിക്കുന്നതും. അപ്പോൾ ആ ഒരു സാഹചര്യം പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇസ്ലാമിക അധിനിവേശത്തിൻ്റെ തുടർച്ച തന്നെ അല്ലേ ഈ ജൂതന്മാർ ഇന്ന് നടത്തുന്ന അല്ലെങ്കിൽ ഇസ്രയേൽ ഇന്ന് നടത്തുന്ന സംഘർഷം? എന്തായാലും പ്രൊഫസർ PJ വിൻസെൻറ്റിനെ അങ്ങ് ഇവിടുന്ന് 7 കടലപ്പുറത്ത് കിടക്കുന്ന ഇസ്രായേലിലെയും പാലസ്തീനിലെയും ഗാസയിലെയും ഒക്കെ പ്രശ്നങ്ങളെപ്പറ്റിയും ആഗോള പ്രശ്നങ്ങളെപ്പറ്റിയൊക്കെ വളരെ വ്യക്തമായ അഭിപ്രായമുള്ള അദ്ദേഹത്തിന് നമ്മുടെ സ്വന്തം നാട്ടിലെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ കൺമുമ്പിൽ രാഷ്ട്രീയ നേതാക്കന്മാരും കാണിച്ച ആ ഭീരുത്വത്തിനോട് അദ്ദേഹത്തിന് അഭിപ്രായമൊന്നുമില്ല എന്നുള്ളത് വളരെ കൗതുകകരമായിട്ട് തന്നെ എനിക്ക് തോന്നി. സ്വാഭാവികമാണ്. അതായത് നമ്മുടെ ജോസഫ് മാഷിൻ്റെ ഒന്നും അവസ്ഥ വരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ജീവഭയമില്ലാത്ത ആൾക്കാരും ഇവിടെ ഇല്ലല്ലോ. എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റി അദ്ദേഹത്തിന് പ്രവൃത്തിയെ പറ്റി അഭിപ്രായമില്ലെങ്കിലും പാലസ്തീനെ പറ്റി അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. അതിനെ അഭിനന്ദിക്കുന്നു. പിന്നെ ഇനി ഇസ്രായേലിൻ്റെ ചരിത്രം അദ്ദേഹം ഇവിടെ വളരെ വാദോരാതെ ഇവിടെ പറയുകയായിരുന്നു. അവിടുത്തെ പാലസ്തീൻ അവരുടെ സ്വയം നിർണയാവകാശം, അവരുടെ അവകാശം, അവർക്കൊരു രാജ്യം വേണം. വിൻസെൻ്റ് സാർ, താങ്കളൊന്ന് ചരിത്രത്തിലേക്ക് ഒന്ന് പോയി നോക്കണം. 1948 ഇസ്രയേൽ ഉണ്ടാകുമ്പോൾ UN പ്രമേയത്തിലൂടെ പുതിയ ആ ജൂയിഷ് രാഷ്ട്രം ഉണ്ടാകുമ്പോൾ എന്തായിരുന്നു ആ പ്രമേയത്തിലുണ്ടായിരുന്നത്? എന്തായിരുന്നു UN പറഞ്ഞത്? പാലസ്തീൻ പ്രദേശത്ത് കാനാൻ പ്രദേശത്ത് ഒരു ജൂതരാഷ്ട്രം, മുസ്ലിങ്ങൾക്ക് വേറൊരു ഭൂമി സ്വന്തമായിട്ട് കൊടുത്തതാണ്. ഇപ്പോഴുള്ള ജെറുസലേം എന്നുള്ളത് അന്താരാഷ്ട്ര നിരീക്ഷണത്തിൽ UN നിരീക്ഷണത്തിൽ ആരുടേതുമല്ലാത്തൊരു സ്ഥലം. ഇതായിരുന്നു UNൻ്റെ പ്രമേയം. ഇത് 2 കൈയും നീട്ടി അവിടുത്തെ അന്നത്തെ സിയോണിസ്റ്റ് നേതൃത്വം, ജൂത നേതൃത്വം സ്വീകരിച്ചതുമാണ്. അവർക്കത് മതി. ദേ ആർ സാറ്റിസ്ഫൈഡ്. അവർക്ക് ഒരു പിടി 100% അവരുടേതെന്ന് പറയാനുള്ള ഒരു പിടി മണ്ണ് മാത്രമേ അവർക്ക് വേണ്ടിയിരുന്നുള്ളൂ. അവർ ഏറ്റവും പവിത്രമായി കരുതിയിരുന്ന ജെറുസലേമിലെ ആ 2ാം ക്ഷേത്രം ഇരുന്ന ആ മണ്ണ് പോലും അവരവകാശപ്പെട്ടില്ല, ചോദിച്ചില്ല. ഞങ്ങൾക്ക് സമാധാനത്തോടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കുറച്ച് മണ്ണ് വേണം, അത്ര മാത്രം. എന്നിട്ട് ഈ അറബ് രാഷ്ട്രങ്ങൾ എന്താണ് ആ കൊച്ചു രാഷ്ട്രത്തോട്, ആ ചെറിയ ജനതയോട് ചെയ്തത്, ആ സാധു ജനതയോട് ചെയ്തത്? അതുതന്നെയാണ് പറയേണ്ടത്. ആ ജനതയോട് ജനിച്ചു വീണ രാഷ്ട്രത്തിന് മുകളിലേക്ക് 4-5 അതിശക്തരായ അറബ് രാജ്യങ്ങൾ ആക്രമിക്കുകയാണ് ചെയ്തത്. അവർക്കന്ന് സ്വന്തമായൊരു പ്രൊഫഷണൽ സൈന്യമില്ല, ഒരു ഭരണഘടന പോലുമില്ല. ആ രാഷ്ട്രം ഉണ്ടായിട്ടേ ഉള്ളൂ. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അന്ന് ഡേവിഡ് ബെൻഗൂറിയൻ പ്രഖ്യാപിച്ച ഒരു നയമുണ്ട്. ഇന്ന് മുതൽ ഈ യുദ്ധത്തിൽ ഞങ്ങൾ പിടിച്ചെടുക്കുന്ന ഭൂമി ഞങ്ങളുടേതായിരിക്കും, അത് ഇസ്രയേലിൻ്റെ ഭാഗമായിരിക്കും. ആഹാ, ഒന്ന് കാണണമല്ലോ. അത് കാര്യം എതിർവശത്ത് നിൽക്കുന്നത് ആരൊക്കെയാണെന്ന് ഓർമ്മ വേണം. ഇറാഖ്, ഈജിപ്റ്റ്, ജോർദാൻ, സിറിയ എല്ലാം അതിശക്തരായ അറബ് രാഷ്ട്രങ്ങൾ. അവരൊന്ന് തുമ്മിയാൽ തെറിച്ചു പോകുന്ന കരുത്തേ അന്ന് ഇസ്രയേലിനുള്ളൂ. ഇസ്രയേലിൻ്റെ സൈന്യമില്ല അവർക്ക്. പക്ഷേ സംഭവിച്ചത് എന്താണെന്നുള്ളത് ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെയാണ് ഒന്നാം അറബ് ഇസ്രയേൽ യുദ്ധം അവസാനിക്കുമ്പോൾ അവിടെ ഇവർ പ്രഖ്യാപിച്ച പ്രകാരം തന്നെ അവർക്ക് അറബികളുടെ ഭൂമി അവർ കയ്യേറി, അവർ പിടിച്ചെടുത്തു, അത് ഇസ്രയേലിൻ്റെ ഭാഗമാക്കി. അതെൻ്റെ പൊന്ന് സാർ, ഈ അറബികളുടെ കയ്യിലിരിപ്പിൻ്റെ കൂടുതൽ കൊണ്ടാണത്.
എന്നിട്ട് അവർ പാഠം പഠിച്ചോ? എന്നിട്ട് പഠിച്ചോ? 1967 എന്താണ് സാർ സംഭവിച്ചത്? ഇസ്രായേൽ അങ്ങോട്ടാണോ യുദ്ധത്തിന് പോയത്? ഈ ജൂതരാഷ്ട്രത്തിനെ ഭൂമിക്ക് മുകളിൽ നിന്ന് തുടച്ചു നീക്കും എന്ന പ്രതിജ്ഞയുമായി ഇതേ ഈജിപ്തും ജോർദാനും സിറിയയും ലെബനനും ഇറാഖും എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നല്ലേ യുദ്ധം ചെയ്തത്? ഇത്രയും രാജ്യങ്ങളുടെ മിലിറ്ററി കരുത്തിൻ്റെ 7 അയലത്ത് പോലുമില്ലായിരുന്നു ഇസ്രായേലിൻ്റെ കരുത്ത്. പക്ഷേ ബുദ്ധിശക്തിയും തന്ത്രങ്ങളും കഠിനാധ്വാനവും സമർപ്പണവും കൊണ്ടാണ് വെറും 6 ദിവസം കൊണ്ട് ഈ വൻശക്തികളെ ഇവർ തുരത്തിയത്. അതിനുശേഷം ജോർദാൻ അവരോട് മല്ലിന് പോയിട്ടില്ല. കാര്യം ഇത് നടപ്പുള്ള കാര്യമല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി. ജോർദാൻ ഇന്ന് ഏറ്റവും വലിയ സൗഹൃദ രാജ്യമാണ് ഇസ്രായേലിൻ്റെ. അതിനുശേഷം 73 എന്താണ് സംഭവിച്ചത്? അതായത് ഇവർ ഭൂമി പിടിച്ചെടുത്തിട്ടുണ്ട്. ആ പിടിച്ചെടുത്ത ഭൂമി മുഴുവൻ ഇവർ മാനമര്യാദയ്ക്ക് ആ 48 കിട്ടിയ ഭൂമി കൊണ്ട് അവരവിടെ കഴിഞ്ഞോളുമായിരുന്നു. എന്നിട്ട് അവരെ കയറി ചൊറിഞ്ഞ് അവരുടെ മണ്ടയ്ക്ക് കയറി ഇപ്പം ഞങ്ങൾക്ക് ഭൂമിയില്ലേ, ഞങ്ങളെ തല്ലുന്നേ കൊല്ലുന്നേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ ഒരു കാര്യം കൂടെ സാർ മനസ്സിലാക്കണം. അന്ന് ഈ യുദ്ധത്തിൽ 3 യുദ്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 48-ലെ ഒന്നാം അറബ് യുദ്ധം, 67-ലെ 6 ദിവസത്തെ യുദ്ധം, 71-ലെ യോം കിപ്പൂർ യുദ്ധം, ഈ 3 യുദ്ധത്തിലും തോറ്റു തുന്നം പാടി നാമാവശേഷമായ രാജ്യങ്ങൾ ഈജിപ്തും ജോർദാനുമാണ്. അവരിന്ന് അവരുടെ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യങ്ങളാണ്. ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യങ്ങളാണ്. അവർ ഈ ഇഷ്യൂവിൽ മിണ്ടിയിട്ടുണ്ടോ? ഒന്നും മിണ്ടിയിട്ടില്ല. പിന്നെ സാറ് പറഞ്ഞല്ലോ, ഭൂമിയില്ലാതെ ഇല്ലാത്ത പാവപ്പെട്ട ജനങ്ങൾ, അങ്ങനെയുള്ള അവകാശങ്ങൾ. ആ അവസ്ഥയിൽ ഈ പാവം ജനത ഈ ലോകത്ത് കഴിഞ്ഞത് 1-2 കൊല്ലമൊന്നും അല്ല സാർ, 2000 വർഷമാണ്. 2000 കൊല്ലം. അന്ന് ആ സമയത്ത് നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്, അവരെ ചേർത്ത് പിടിച്ച ഒരേ ഒരു രാജ്യം ഭാരതവുമാണ്. അവർ അസാധ്യമെന്ന് കരുതിയ ആ ഭൂമിയാണ്, ആ രാജ്യമാണ് അവർ നേടിയെടുത്തത്. തീർച്ചയായിട്ടും ഇന്ന് ഒരു കാലത്തെ ജൂതന്മാരുടെ അവസ്ഥയിൽ കഴിയുന്ന ആ പാലസ്തീനിലെ ജനങ്ങളുടെ കാര്യത്തിൽ തീർച്ചയായും അനുകമ്പാപൂർണമായൊരു നടപടി ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇസ്രായേൽ എന്നും പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ തയ്യാറാണ്, 100% ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളും പാലസ്തീനിലെ സാധാരണ ജനങ്ങളും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് ഈ വൃത്തികെട്ടവന്മാർ വേണ്ട, ഈ ഹമാസ് ഇവിടെ വേണ്ട, തീവ്രവാദി സംഘടനകൾ ഇവിടെ വേണ്ട. സാർ എന്താണ് ഈ പറയുന്നത്? ഈ ഭീകരപ്രവർത്തനം എന്ന് പറഞ്ഞാൽ, അതായത് അവിടെ അധികാരത്തിലിരിക്കുന്നു എന്നുള്ള പറഞ്ഞുകൊണ്ട് എന്താണ് ഭീകരപ്രവർത്തനം? നിരപരാധികളുടെ നേർക്ക്, നിരപരാധികളെ കൊല്ലാൻ വേണ്ടി ആയുധങ്ങൾ പ്രയോഗിക്കുന്നത് ഭീകരപ്രവർത്തനമാണ് സാർ. കുട്ടികളെയും സ്ത്രീകളെയും സാധാരണക്കാരുടെയും ജീവന് പുല്ലുവില പോലും കൽപ്പിച്ചുകൊണ്ട് സ്വന്തം ജനങ്ങളെ മറയാക്കിക്കൊണ്ട് ഈ ഇതുപോലെയുള്ള വൃത്തികേടുകൾ കാണിക്കുന്ന പ്രവൃത്തിയുടെ പേരാണ് സാർ ഭീകരപ്രവർത്തനമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഹമാസിനെ ഭീകരപ്രവർത്തകർ എന്ന് തന്നെ പറയുന്നതും. എന്തുകൊണ്ടാണ് ഈ ഹമാസിൻ്റെ ഒരു പ്രവർത്തന കേന്ദ്രം പോലും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരൊറ്റ രാജ്യങ്ങളിൽ പോലും ഇല്ലാത്തത്? ഏതെങ്കിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ, ഏതെങ്കിലും അറബ് രാജ്യങ്ങളിൽ ഈ വർഗത്തിനെ അടുപ്പിക്കുമോ അവർ? എന്തിന്? താരതമ്യേന വലിയ അല്ലായിരുന്നു എന്ന് കരുതിയിരുന്ന, താരതമ്യേന എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അല്ല എന്നല്ല പറയുന്നത്. PLOയെ പോലും അടിച്ചോടിച്ച് പുറത്ത് ആക്കിയ രാജ്യമാണ് ജോർദാൻ. അതൊരു സെപ്റ്റംബർ മാസത്തിലാണ് നടന്നത്. അതിനുശേഷമാണ് ആ സെപ്റ്റംബറിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് പറയുന്ന ഒരു ഭീകര ഗ്രൂപ്പിനെ തന്നെ അവരുണ്ടാക്കി. ആ ബ്ലാക്ക് സെപ്റ്റംബറാണ് മ്യൂണിക് ഒളിമ്പിക്സിൽ 9 ഇസ്രായേലി അത്ലറ്റുകളെ തട്ടിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞത്. അതിൻ്റെ ഫലം അതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെയാണ് സാർ തട്ടിക്കൊണ്ടുപോകൽ, വിമാനം റാഞ്ചിക്കൊണ്ടുപോകൽ, ഇതൊക്കെയാണ് ഭീകരപ്രവർത്തനം. ഒരു ഇടവേള അനിവാര്യമായിരിക്കുന്നു, അതിനുശേഷം വരാം. വീണ്ടും ചർച്ചയിലേക്ക്. ഇവിടെ വീണ്ടും നമ്മളൊരു ദൃശ്യം കാണുകയാണ്. ഐക്യരാഷ്ട്രസഭയിലെ പാലസ്തീൻ നേതാവ് ഐക്യരാഷ്ട്രസഭയെ പറയുകയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് കാരണം ഹമാസ് ആണെന്ന്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. شكرا سيد الرئيس.
I take the floor on behalf of the UN Watch. My name is Mus'ab Hassan Youssef. I grew up in Ramallah as a member of Hamas. I address the words to the Palestinian Authority, which claims to be the sole legitimate representative of the Palestinian people. I ask, where does your legitimacy come from? The Palestinian people did not elect you, and they did not appoint you to represent them. You are self-appointed. Your accountability is not to your own people. This is evidenced by your own total violation for their human rights. In fact, the Palestinian individual and their human development is the least of your concerns. You kidnap Palestinian students from campus and torture them in your jails. You torture your political rivals. The suffering of the Palestinian people is the outcome of your selfish political interest. You are the greatest enemy of the Palestinian people. If Israel did not exist, you would have no one to blame. Take responsibility for the outcome of your own actions. You fan the flames of conflict to maintain your abusive power. Finally, you use this platform to mislead the international community, to mislead the Palestinian society, to believe that Israel is responsible for the problems you create. Thank you. ഇതാണ് ദൃശ്യം, ഇതാണ് അവിടെ നടക്കുന്ന സത്യം. കേണൽ ടിനി, എങ്ങനെ കാണുന്നു താങ്കൾ ഇതിനെ? ശ്രീ ജി കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് പലസ്തീനിയൻ പ്രശ്നത്തിൽ തന്നെ ഇതുവരെ ഉള്ളൊരു പരിഹാരം കാണാൻ പറ്റാത്തതിന്റെ ഒരു മേജർ കാരണം പലസ്തീനിയൻ അല്ലെങ്കിൽ അറബിന്റെ ഒരു എന്താ പറഞ്ഞ ഒരു കൺസെൻസസ് എത്താൻ പറ്റാത്ത. നേരത്തെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞ പോലെ 1948 വേണമെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാമായിരുന്നു. പക്ഷെ അന്ന് ഇവര് ഇസ്രായേലിന് കിട്ടിയത് അവർക്ക് മതി എന്ന് പറഞ്ഞ് നിന്നൊരു സമയത്ത് അറബിന്റെ ആളുകൾ, അറബ് നേഷൻസ് പറഞ്ഞു, അറബ് ലീഗ് പറഞ്ഞു, എനിക്ക് ഇത് പോരാ, ഒരു കാലവശാലും നമ്മൾ ഇതിനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ രാജ്യങ്ങളിലെല്ലാം ഒരു നയം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റണം എന്നുള്ളൊരു നയമായിരുന്നു. ഇപ്പം വന്നിട്ട് ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാസ സ്ട്രിപ്പിൽ മാത്രമേ ഉള്ളൂ ഹമാസ് എന്നുള്ള പൊളിറ്റിക്കൽ വിങ്ങിന്റെ അധികാരം. ഈ വെസ്റ്റ് ബാങ്കിൽ വന്നിട്ട് പലസ്തീനിയൻ നാഷണൽ അതോറിറ്റി, അതായത് ഫത്ത എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് മൊത്തം കൺട്രോൾ. അവർ തമ്മിലുള്ള ഒരു അടിയാണ് ഇപ്പം നമ്മൾ കണ്ടല്ലോ ഈ വീഡിയോയിലും വരെ പുറത്തു വരുന്നത്. എന്നിട്ട് അപ്പം ഇസ്രായേൽ ആരോട് സംസാരിക്കണം എന്നുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ട്. പവർ ഉള്ളത് മുഹമ്മദ് അബ്ബാസിന്റെ കൂടെയും മഹ്മൂദ് അബ്ബാസിന്റെയും. പക്ഷേ ഓൺ ഗ്രൗണ്ട് ഗാസയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം ചെയ്യുന്ന, അതായത് ഈ ഭീകരവാദം ചെയ്യുന്നത് ഹമാസ്. അപ്പൊ ഈ ഹമാസ് ഇപ്പം തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അവരുടെ പ്രസക്തിക്ക് വേണ്ടിയാണ്. അവരിത് ചെയ്തില്ലെങ്കിൽ അവർ എന്നേക്കും അവരുടെ പ്രസക്തി പോകുന്നുള്ളത് കണ്ടാണ്. പിന്നെ ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ അതിലൊന്ന് ആഡ് എനിക്ക് തീർച്ചയായിട്ടും, ഇതൊരു സാധാരണ പ്രൊട്ടസ്റ്റ് അല്ല. അതായത് നമുക്ക് അവർക്ക് ഒരു എന്താ പറയുക ഒരു ഇൻഡിപെൻഡൻസ് കിട്ടിയില്ല, അതുകൊണ്ട് കല്ലെറിഞ്ഞു, അങ്ങനല്ല. ഇത് വളരെ ഒരു ഹൈ ലെവൽ ആയിട്ടുള്ള, ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു ടെററിസമാണ്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ സ്വന്തം വീട്ടിൽ അവരുടെ ഗ്രൗണ്ടിലാണ് ഈ ലോഞ്ചേഴ്സ് വെച്ചേക്കുന്നത്. സ്വന്തം ഹോസ്പിറ്റൽസ് അതിന്റെ ഗ്രൗണ്ടിലാണ് ലോഞ്ചേഴ്സ് വെച്ചേക്കുന്നത്. ഈ പ്രസ്, അതായത് അവിടെ വയ്ക്കുന്ന ആ പ്രസിന്റെ ബിൽഡിങ്സിലൊക്കെയാണ് വെച്ചേക്കുന്നത്. അപ്പം അവർക്ക് അറിയാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ സിവിലിയൻസിന് കാഷ്വാലിറ്റീസ് ഉണ്ടാവും, നല്ല ബോധ്യം ഉണ്ടായിട്ട് തന്നെയാണ് അവിടെ വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഗാസ മെട്രോ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്, ഈ ടണൽ സിസ്റ്റമാണ്. ആ ടണൽ സിസ്റ്റത്തിനകത്തു നിന്നാണ് ഇവർ ഫയർ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അറിഞ്ഞുകൂടെ ഇത് തിരിച്ച് അവർക്ക് വരുമ്പം ഇതിനകത്ത് സിവിലിയൻസ് കാഷ്വാലിറ്റി ഉണ്ടാവുമെന്ന്. അപ്പൊ പണ്ട് അതിനകത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഹമാസ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റും. എങ്ങനെ? ഹമാസ് അവരുടെ കുട്ടികളെ, ജൂതന്മാരെ എത്രമാത്രം എതിർക്കുന്നോ അതിൽ കൂടുതൽ സ്നേഹിക്കുക എന്ന് തുടങ്ങുന്നു, അന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതാണ് എൻ്റെ ഒരു ഇതും. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നത്തിൻ്റെയും കൂടെ നമ്മളത് കാണണം. അവിടെ അൽ അക്സ മോസ്കിൽ ശരിയാണ് ഇറാഖി പോലീസ് കയറി കല്ലേറുണ്ടായി. അത് ഒരിക്കലും നമുക്ക് പുറത്തു വരത്തില്ല. ആരാണ് ആദ്യം കല്ലെറിഞ്ഞതാണോ അത് ആദ്യം മോസ്കിൽ കയറിയത് ആരാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഷുവറാണ്, ഹമാസ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ അവർ രാവിലെ പറയുകയാണ് നിങ്ങൾ 6 മണി വരെ ഞങ്ങൾ സമയം തരുന്നുണ്ട്, അതിനു മുമ്പ് നിങ്ങൾ മാറിയില്ലെങ്കിൽ ഞങ്ങൾ ഫയർ ചെയ്യുന്നു. അപ്പോൾ 6 മണി കഴിഞ്ഞ ഉടനെ തന്നെ അവർ 150ഓളം മിസൈലുകൾ വെറും 4-5 മിനിറ്റ് കൊണ്ട് ഫയർ ചെയ്യുകയാണ്. അപ്പം അവരുടെ എന്താണ് ഉദ്ദേശം? അവർ ഏതെങ്കിലും ആർമി ഇൻസ്റ്റാൾമെന്റ് അവരുടെ അഗേൻസ്റ്റ് ആണോ ഫയർ ചെയ്തത്? അല്ല,
അവർ സിവിലിയൻസിന്റെ അഗേൻസ്റ്റ് ആണ് ഫയർ ചെയ്തത്. അപ്പൊ ഈ സിവിലിയൻസിന്റെ അഗേൻസ്റ്റ് ഫയർ ചെയ്യുന്നത് ഒരു യൂഷ്വൽ ആയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സ്വന്തം ഭൂമിക്ക് വേണ്ടിയുള്ള അല്ല, അവരൊരു ഭീകരത സൃഷ്ടിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ അയൺ ഡോം പോലത്തെ ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ലായിരുന്നെങ്കിൽ എത്ര പേരാണ് അവിടെ 100 കണക്കിന് ആളുകൾ മരിച്ചു വീഴാൻ. 95% ഒരു സക്സസ് റേറ്റ് ഉണ്ടായിട്ട് മാത്രമാണ് 7 പേര് മാത്രം അവിടെ ഇസ്രായേലിൽ മരിച്ചത്. അപ്പൊ എന്തുകൊണ്ടാണ് അവർ വെറും ഒരു ചെറിയ സമയം കൊണ്ടിട്ട് 150, അതായത് 4 മിനിറ്റ് കൊണ്ട് 150 മിസൈൽ, അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം 1000 മിസൈലുകളാണ് അവർ ഫയർ ചെയ്തേക്കുന്നത്. അവരുടെ ഉദ്ദേശം എന്താണ്? അയൺ ഡോം സിസ്റ്റത്തിന് വേണ്ടി തന്നെ അവർക്ക് നല്ലതായിട്ട് അറിയാം അതിന് ഒരു മാക്സിമം കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി കഴിഞ്ഞ ആ മിസൈലുകൾ നേരെ ചെന്ന് പോകുന്നത് ആ സിവിലിയൻ ടാർഗറ്റ്സിന് തന്നെ ആയിരിക്കും. അപ്പൊ അതിനെ അവർ വളരെ വ്യക്തമായിട്ട് സിവിലിയൻസിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? ഇതൊരു യൂഷ്വൽ ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ പറഞ്ഞു ഗാസ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആണെന്ന്. അങ്ങനെയാണ് എന്റെ ചോദ്യം, ഈ മിസൈലുകളൊക്കെ എവിടുന്നാണ് വരുന്നത്? മിസൈലുകൾ ഫയർ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ. 1000 മിസൈലാണ് ഒരു ദിവസം, 1000 മിസൈലാണ് ഫയർ ചെയ്യുന്നത്. അപ്പൊ ഈ മിസൈലുകൾ എവിടുന്നാണ് വരുന്നത്? അപ്പൊ നമ്മൾ പറയുമ്പം എല്ലാം പറയണം. ഹമാസ് ഡെഫിനറ്റ്ലി അവരുടെ പൊളിറ്റിക്കൽ വിങ് അവരെ, അതും എൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഭയത്തിന്റെ പേരിൽ തന്നെയാണ് അവിടെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ പലസ്തീനിയൻ കോസ് എന്നുള്ളത് അത് ഹൈജാക്ക് ആയിപ്പെട്ടിരിക്കുകയാണ്. പലസ്തീനിയൻ കോസ് പണ്ട് യാസിർ അറഫാത്ത് ഒക്കെ ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു എന്താ പറഞ്ഞ ഒരു സപ്പോർട്ട് ഇന്ന് പലസ്തീനിയൻ ആളുകൾക്ക് തന്നെ ഇല്ല. ഹമാസ് എന്നുള്ള ഒരു തീവ്രവാദ സംഘടനയുടെ പേടി കൊണ്ട് മാത്രമാണ് അവിടെ ആളുകൾ ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഒരു ഭീകരവാദി തന്നെ എന്നാണ് പറയുന്നത്. അതിനകത്ത് യാതൊരു വേറെ അഭിപ്രായമൊന്നുമില്ല. പലസ്തീനിയൻ കോസിനെ ഒരിക്കലും നമ്മൾ കൊച്ചായി കാണുന്നില്ല. അവിടുത്തെ പലസ്തീനിയൻക്ക് അർഹതപ്പെട്ട ഭൂമി കിട്ടണം തന്നെയാണ് നമ്മുടെ വിഷയം. പക്ഷേ ഭീകരവാദി തന്നെ കാണണം, അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. ഓക്കെ ടി ജി, അങ്ങയുടെ ഇത് ഇന്ത്യയുമായിട്ടാണ് അങ്ങക്ക് ഇതിനെക്കുറിച്ച് താരതമ്യപ്പെടുത്തേണ്ടത്. എങ്ങനെയാണോ AD 636 ജൂതന്മാരെ നിഷ്കാസനം ചെയ്ത് അന്ന് ജൂതന്മാരുടെ ഭൂമി ഇസ്ലാമിക അധിനിവേശം ഉണ്ടായത്, അതേ അധിനിവേശത്തിൻ്റെ ഏറ്റവും വലിയ ദൃക്സാക്ഷികളാണ് ഭാരതം. കാശ്മീർ, ഇന്ന് പാലസ്തീനെ കുറിച്ച് കണ്ണീരൊഴുക്കുന്ന ആരും തന്നെ കാശ്മീരിനെ കുറിച്ച് പറയുന്നില്ല. 5 ലക്ഷം ഹിന്ദു പണ്ഡിറ്റുകളെ അവരുടെ സ്വന്തം ജന്മഭൂമിയിൽ നിന്ന് വീടും സ്വത്തും എല്ലാം വലിച്ചെറിഞ്ഞ് പോകേണ്ട അവസ്ഥയിലേക്ക് മാറ്റിയത് ഇസ്ലാമിക ഭീകരതയാണ്. പാലസ്തീനെ കണ്ണീരൊഴുക്കുന്ന SDPIക്കാരനും മുസ്ലിം ലീഗുകാരനും കാശ്മീരിലെ ജനതയെക്കുറിച്ച് മിണ്ടുന്നില്ല. ഇതേ കാര്യമാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായത്. ഇന്ന് നമ്മളോടൊപ്പം വന്ന് ജീവിക്കുന്ന പാഴ്സികൾ, അതോടൊപ്പം എത്ര ലോകരാഷ്ട്രങ്ങളെ ഇവർ മതത്തിൻ്റെ പേരിൽ കീഴ്പ്പെടുത്തിയിട്ട് ഈ രീതിയിൽ വലിച്ചെറിഞ്ഞു. അവർക്കാർക്കുമില്ലാത്ത അധികാരം അല്ലെങ്കിൽ അവകാശം എന്തുകൊണ്ട് പാലസ്തീൻകാർക്ക് മാത്രം കൊടുക്കണം? ഉത്തരം സിമ്പിളല്ലേ, അവർ മുസ്ലിങ്ങളായതുകൊണ്ട്. വേറെ ഇതിന് ഉത്തരവൊന്നുമില്ല. ഹിന്ദുക്കൾ ശക്തരാവട്ടെ, ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഈ രാഷ്ട്രീയക്കാരുണ്ടാവും, ഹിന്ദുക്കൾക്ക് വേണ്ടി പുസ്തകം എഴുതാൻ ചരിത്രകാരന്മാരുണ്ടാവും. പ്രൊഫസർ PJ വിൻസെൻ്റ് തിരിച്ചു പറയും, സുനിൽ പി ഇളയുടെ തിരിച്ച് പ്രസംഗിക്കും. മനസ്സിലായോ? ഞാൻ PJ വിൻസെൻ്റ്, നോം ചോംസ്കി, പോസ്റ്റ് ട്രൂത്ത് ഇതുപോലത്തെ വായിക്കൊള്ളില്ലാത്ത വാക്കുകളൊക്കെ പറയുമെന്ന് വിചാരിച്ച് പറഞ്ഞില്ല പുള്ളി. ഈ സുനിൽ പി ഇളയത്തിൻ്റെ PhD കള്ളമാണെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞതിന് ശേഷം ഇവർക്ക് ഈ വാക്കുകളൊക്കെ ഉച്ചരിക്കാൻ പേടിയാണ്. ആൻഡ് കൾച്ചറൽ ക്യാപിറ്റൽ 6 വർഷം മുമ്പുള്ള സംഭവം ഞാൻ പറയാം. കേരളത്തിൽ ജൂതന്മാർ താമസിച്ചിരുന്ന ഏക സ്ഥലം മട്ടാഞ്ചേരിയായിരുന്നു. അവിടെയാണ് ഞാനും താമസിക്കുന്നത്. 6 വർഷം മുമ്പ് മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി നമ്മൾ പറയുമല്ലോ, വലിയ ജൂയിഷ് സിനഗോഗ്, ടൂറിസ്റ്റ് സെൻ്ററൊക്കെ അടഞ്ഞുകിടക്കുകയാണ് സാധനം. അവിടെ ആണ്ടിലൊരിക്കൽ ഇസ്രായേലിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഉള്ളവരെല്ലാം തിരിച്ചുപോയി. അവർ വാഗ്ദത്ത ഭൂമിയിലേക്ക് തിരിച്ചുപോയി. കാരണം അവർ മഹാപാപികളും ദുഷ്ടന്മാരുമായിരുന്നു. ഒരു കാലത്ത് കൊച്ചിയുടെ വൈദ്യുതി ഡിസ്ട്രിബ്യൂഷൻ കോഡർ ആൻഡ് സൺസ് എന്ന് പറഞ്ഞിട്ട് ആ കമ്പനിക്കായിരുന്നു, ജൂതനായിരുന്നു. ഏത് പാതിരാത്രിക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ആൾക്കാർ കൂടി വന്ന് നന്നാക്കി തരും. ഏതെങ്കിലും ബാങ്കിൻ്റെ ഏതെങ്കിലും ബ്രാഞ്ചിൽ എപ്പോഴെങ്കിലും നിങ്ങൾ കറണ്ട് ചാർജ് അടച്ചാൽ മതി. ഇതായിരുന്നു കോഡറിൻ്റെ ബിസിനസ്. ആ കോഡർ പരമദുഷ്ടനാണെന്ന് പറഞ്ഞിട്ട് എല്ലാ ജൂതന്മാരും മട്ടാഞ്ചേരിയിൽ നിന്ന് പോയി. പള്ളി മാത്രം ഇവിടെ കൊണ്ട് കുഴിച്ചെടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ആണ്ടിലൊരിക്കൽ ഇവിടെ വന്ന് അവർക്ക് പ്രാർത്ഥിക്കാനൊരു അവകാശം കൊടുത്തിട്ടുണ്ട്. 6 വർഷം മുമ്പ് ഈ യാദൃച്ഛികമായിട്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു കോളം വാർത്ത ഞാൻ കാണുന്നു. ഒരു സ്ത്രീയാണ് ആ വർഷം ഇസ്രായേലിൽ നിന്ന് വന്നത് ഇവിടെ പ്രാർത്ഥിക്കാൻ. അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. അവരെ ആരൊക്കെയോ തടഞ്ഞു.
ആരൊക്കെ ഒന്നും ഞാനും പേര് പറയില്ല, വെറുതെ ഞാനൊരു പൊളിറ്റിക്കൽ റിസ്ക് എടുക്കുന്നത് എന്തിനാ? നാളെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി എനിക്കൊരു അസംബ്ലി സീറ്റ് തരാമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ജയിക്കണമെങ്കിൽ എനിക്കും ഇസ്ലാം വോട്ട് വേണ്ടേ? അതുകൊണ്ട് ഞാൻ ഭീഷണിപ്പെടുത്തിയ ആൾക്കാരുടെ പേര് ഞാനും പറയില്ല. സ്ഥലം മട്ടാഞ്ചേരിയാണ്, നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇവർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ പോയ വാർത്തയാണ് വന്നിരിക്കുന്നത്. കോടതി പിറ്റേ ദിവസത്തേക്ക് വെച്ചെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. ഈ വാർത്തയിൽ വക്കീലിൻ്റെ പേരില്ല. ഞാൻ വക്കീലിനെ തപ്പിപ്പിടിച്ച് അന്വേഷിച്ച് പിടിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കൂടെ പോയി. ആ സ്ത്രീ ഇസ്രായേലിലേക്ക് തിരിച്ചുപോയി. ആൻഡ് കൾച്ചറൽ ക്യാപിറ്റൽ മൈ ഫുഡ്, യു ഹാവ് സ്പോയിൽഡ് ദ കൺട്രി. 1948 നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രമേയം പാസാക്കിയ ഏക രാഷ്ട്രം, അതിലെ ആളുകൾക്ക് ആണ്ടിലൊരിക്കൽ അവരുടെ പള്ളി കയറാനുള്ള അവകാശം പോലും നശിപ്പിച്ച് നിഷേധിച്ച് ആധപ്പതിപ്പിച്ചിട്ട് നിങ്ങൾ കൾച്ചറൽ ക്യാപിറ്റലിനെ പറ്റി പറയുന്നു. ഞാനതുകൊണ്ട് തുറക്കം മുതലേ പറഞ്ഞത്, ഈ വാചകമടി, ഈ പൊങ്ങച്ചം നിർത്തുക. ഇത് പൊള്ളയായ പൊങ്ങച്ചമാണ്. യു ആർ ഹോളോ, യുവർ നേഷൻ ഈസ് ബീയിങ് കണ്ടിന്യൂസ്ലി ഹോളോഡ് ബൈ ഇസ്ലാമിക് ടെററിസ്റ്റ്. ഇത് നിങ്ങൾ അറിയുന്നില്ല. എന്നിട്ട് സായിപ്പിൻ്റെ പേര് പറഞ്ഞ് കള്ള PhD വെച്ചിട്ട് സുനിൽ പി ഇളയിടവും അല്ലെങ്കിൽ PJ വിൻസെൻ്റ് ഒക്കെ ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ നോക്കുന്നു. ഞാൻ ജൂതന്മാരുടെ കൂടെ ജീവിച്ചവനാണ്, അവരുടെ പള്ളി കണ്ടവനാണ്, ഇപ്പോഴും അവിടെ ജീവിച്ചിരിക്കുന്നവനാണ്. അവർ ഓരോരുത്തരായിട്ട് കണ്ണീരോടെ വിമാനം കയറി പോകുന്നത് കണ്ടവനാണ്. ഇതൊന്നും മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് വിൻസെന്റിനെ പോലെയുള്ളവർ അവരെ താങ്ങാനും അവരുടെ ഫേസ്ബുക്ക് അവർ നോക്കട്ടെ. പക്ഷേ ഭാരതം കൾച്ചറൽ ക്യാപിറ്റലും കൊണ്ട് പാകിസ്ഥാനിൽ ചെല്ലണം, അവിടെ ചെന്നാമതി അടിച്ചു ഓടിക്കും അവൻ. ഞാനതുകൊണ്ട് തുടക്കം മുതലേ പറയുന്നത്, KR നാരായണൻ്റെ വാക്കുകളാണ് എൻ്റെ വാക്കുകളല്ല. അദ്ദേഹം IFS ആയിരുന്നു, ശ്രീനിവാസൻ സാറിനെ പോലെ. അദ്ദേഹം വെറുതെ കാരണമൊന്നും ആയിരുന്നില്ലല്ലോ. അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് ഈ ജോലിയൊക്കെ ചെയ്ത ആളാണ്. അദ്ദേഹമാണ് പറഞ്ഞത്, ഈ പൊങ്ങച്ചം കൊണ്ടു നടക്കാതെ മക്കളെ, ഇതിനൊന്നും ഒരു വിലയുമില്ല. യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത് പ്രസംഗിക്കാനുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് പ്രസംഗിക്കാം, ആരും തടസ്സപ്പെടുത്തുകയൊന്നുമില്ല, അതിൻ്റെ മര്യാദയൊക്കെ കാണിക്കും. അതല്ലാതെ ശക്തിയുള്ളവന് മാത്രമേ ലോകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കാശ്മീർ പ്രശ്നത്തിൽ ആരെങ്കിലും ഇടപെട്ടോ? ഇല്ലല്ലോ. ചൈനക്കാരെ സ്ഥലം കൊണ്ടുപോയി ആരെങ്കിലും ഇടപെട്ടോ? ഇല്ലല്ലോ. ശ്രീലങ്കയിൽ ഇപ്പൊ കുട്ടികളെ നിർത്തി യുദ്ധം ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ. കുട്ടികളെ നിർത്തിയാണ് വേലുപ്പിള്ള പ്രഭാകരൻ സ്വന്തം മകനെ നിർത്തിയത്. ഓരോ ഒറ്റ വെടിക്ക് തീർത്ത് കളഞ്ഞു ശ്രീലങ്ക പട്ടാളം. ഏതെങ്കിലും ലോകരാജ്യം ഇടപെട്ടോ? ആരെങ്കിലും കൾച്ചറൽ ക്യാപിറ്റൽ കൊണ്ട് ശ്രീലങ്കയിൽ പോയോ? നമ്മൾ പോയി നമ്മുടെ പ്രധാനമന്ത്രി അവർ കൊല്ലുകയും ചെയ്തു. വേണ്ടാത്ത കാര്യത്തിൽ തലവെച്ചിട്ട് ആവശ്യമില്ലാത്ത വെടിയും പുകയും ഉണ്ടാക്കേണ്ട ഒരു കാര്യവും ഇന്ത്യക്കില്ല. വല്ല പ്രമേയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാസ്സാക്കുക, ആക്കാതിരിക്കുക, എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ട് തടി കഴിച്ചിലാക്കുക. ഇസ്രായേലിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുക. ഇന്ത്യയിലെ മുസ്ലിങ്ങളൊന്നും മുഴുവൻ പാലസ്തീൻ്റെ കൂടെയൊന്നുമല്ല. അതൊക്കെ വെറുതെ പേടിപ്പിക്കാൻ പറയുന്നതാണ്. ദോസ് ഹു ആർ വോസിഫറസ്, അവരുടെ ശബ്ദം പാണക്കാട് തങ്ങൾ പറഞ്ഞാൽ TV വരും. അല്ല, അത് വെറുതെ ഒരു മുഹമ്മദ് കുഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ TV വരുമോ? അയാൾക്ക് ഈ പാലസ്തീൻ അറിഞ്ഞു പോലും കൂടാ. ഇവിടെ സമാധാനമായിട്ട് ജീവിക്കണമെന്നേ ഉള്ളൂ. അതിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുക, അതാണ് കൾച്ചറൽ ക്യാപിറ്റൽ. അല്ലാതെ വല്ലവൻ്റെയും പ്രശ്നത്തിൽ തലവെച്ചിട്ട് തല്ലി മേടിക്കുകയും ഒടുവിൽ അവരിവിടെ വന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ കൊല്ലുകയും ചെയ്യുന്ന അനുഭവം ഒരിക്കലുണ്ടായി. ഇനിയെങ്കിലും അതുണ്ടാവരുത്. അല്ല, ഇക്കാര്യത്തിൽ TG ഇതിനകത്ത് അങ്ങയുടെ വളരെ വ്യക്തമായ ഒരു അഭിപ്രായം എനിക്ക് ആവശ്യമുള്ളത് ഈ ഇസ്ലാമിക ഭീകരവാദത്തിനെ എങ്ങനെ ചെറുക്കും എന്നുള്ള കാര്യത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ കാശ്മീരിലെ പ്രശ്നം അങ്ങ് പരാമർശിക്കാതെ പോയി. അതടക്കം ഈ ഇന്ന് ഭാരതം നേരിടുന്ന ഇസ്ലാമിക ഭീകരതയുടെ അതേ പ്രശ്നങ്ങൾ തന്നെയാണ് ഇസ്രായേൽ നേരിടുന്നത്. ഈ താരതമ്യം എന്തുകൊണ്ടുണ്ടാവുന്നില്ല ഇന്ത്യയിൽ? താരതമ്യം ഉണ്ടാവാത്തത് വിക്ടിംസിന് ശക്തിയില്ലാഞ്ഞിട്ടാണെന്നേ. അത് തുടക്കത്തിലേ ഞാൻ പറഞ്ഞു. യു ബി സ്ട്രോങ്, പീപ്പിൾ വിൽ സപ്പോർട്ട് യു. ഇതില്ലാത്തവനെ ആരും സപ്പോർട്ട് ചെയ്യില്ല. കാശ്മീരിൽ പരമസാധു മനുഷ്യരായിരുന്നു. മഹാരാജാ ഹരിസിംഗ് ഉള്ള കാലത്ത് പുള്ളി പട്ടാളത്തോട്, കാശ്മീർ പട്ടാളത്തോട്, പുള്ളിയുടെ സ്വന്തം പട്ടാളമാണ്, മാർച്ച് ചെയ്യാൻ പറഞ്ഞു. കാശ്മീരിൽ നിന്ന് ജമ്മു വരെ പട്ടാളക്കാർ പറഞ്ഞു മാർച്ച് ചെയ്യാം, പക്ഷേ പോലീസ് പ്രൊട്ടക്ഷൻ വേണം, ഞങ്ങൾക്ക് പേടിയാന്ന്. ഇത്രയ്ക്ക് അത് പട്ടാളത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ ചോദിച്ചാൽ അത്ര സാധുക്കളാണ് ഈ കക്ഷികൾ. ഇവരുടെ മേത്തേക്ക് ഇവരൊക്കെ അങ്ങോട്ട് അഫ്ഗാനിൽ നിന്ന് വന്ന ആൾക്കാരും ഒക്കെ കൂടിയല്ലേ ഈ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന അവിടെ നിന്ന് വന്ന ഈ ഗോത്രവർഗ്ഗക്കാരും ഇവരൊക്കെ കട്ടയന്മാർ തല്ലി ഓടിക്കുകയായിരുന്നു. ഇവരോടി. അത് കഴിഞ്ഞിട്ട് 1990 മൈക്ക് അനൗൺസ്മെൻറ്റ് എല്ലാ മോസ്കിലൂടെ മൈക്കിൽ അനൗൺസ് ചെയ്തിട്ട്, ഞാൻ ആ അനൗൺസ്മെൻ്റൊക്കെ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. 1990 അതിന് പാരലായിട്ട് ബേനസീർ ഭുട്ടോ പാകിസ്ഥാനിൽ അനൗൺസ്മെൻറ്റ് നടത്തി, കാശ്മീരിൽ ഒരൊറ്റ ഹിന്ദുവിനെ വയ്ക്കരുത്, താഴ്വരയിൽ ഒരെണ്ണത്തെ കണ്ടുപോകരുതെന്ന് ഓടിച്ചു അവർ. അന്നൊന്നും ആരും അനങ്ങിയില്ല, അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായില്ല. അവർ വാരി പിടിച്ചോടി.
അവർക്ക് കൊടുത്ത പ്രോമിസ് എല്ലാവരും ലംഘിച്ചു. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അവർ ഇന്ന് വരെ കുട്ടികളെ മുന്നിൽ നിർത്തിയിട്ട് ബോംബ് പൊട്ടിക്കാൻ അവർ തുനിഞ്ഞിട്ടില്ല. ഇപ്പോൾ പ്രൊഫസർ വിൻസെൻറ്റിൻ്റെ ലോജിക്ക് അനുസരിച്ചാണെങ്കിൽ ഈ പറഞ്ഞ കാശ്മീരിൽ നിന്ന് ഓടിയ താഴ്വരയിൽ നിന്ന് ഓടിയ കാശ്മീരി പണ്ഡിറ്റുകളുണ്ടല്ലോ, അവർക്കും വേണമെങ്കിൽ ബോംബ് വയ്ക്കാം, ലെജിറ്റിമേറ്റ് ആണ്. അവരുടെ മണ്ണ് അത് തിരിച്ചു കിട്ടാനായിട്ട് കണ്ടവരുടെ തലയിൽ ബോംബിടുക. ഈ കലാപരിപാടി തുടങ്ങിയത് യാസർ അറാഫത്താണ് ആദ്യം. ഷാബു പറഞ്ഞില്ലേ, 1972 മ്യൂണിക് ഒളിമ്പിക്സിലാണ് ടെററിസം എന്നുള്ള വാക്ക് ഉത്ഭവിക്കുന്നത്. അതായത് എനിക്ക് ഷാബുവുമായിട്ട് വഴക്കുണ്ടെങ്കിൽ ഒരു ബോംബ് എടുത്തിട്ട് ജിക്കയുടെ തലയിൽ ഇടുക. അപ്പോൾ പ്രശ്നമായി. എല്ലാവരും കൂടി ചോദിച്ചാൽ എന്താ ചോദിക്കുമ്പോൾ ഷാബു എന്നെ തല്ലാൻ വന്നു. എന്നിട്ട് താൻ തിരിച്ചതല്ല ഞാൻ എന്താ, ആ ഷാബു ഭയങ്കര തടിയനാ, തല്ലാൻ പറ്റില്ല, ജിക്കയെ കിട്ടി അങ്ങേരുടെ തലയിൽ ഒരു ബോംബ് ഇട്ടു. ഈ ടെററിസം, ഈ ബോഷ്ക്ക്, ഈ സാമാന്യ ബുദ്ധിക്ക് പോലും ചേരാത്ത ഈ വയലൻസ്, ഇത് കൊണ്ടു നടക്കുന്നത് ഇസ്ലാമിക ടെററിസ്റ്റുകൾ മാത്രമാണ്. ജൂതന്മാരുടെ അവരുടെ ഗ്രന്ഥമൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരും വലിയ കട്ടയന്മാരാണ്. അവരുടെ ദൈവം അല്ലാതെ വേറെ ആരാധിക്കില്ല, ബാക്കി പോക്കാണെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷേ അവർ യുദ്ധത്തിൽ പോലും ഡീസൻ്റാണ്. ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഇന്ന് മാതൃഭൂമി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവരുടെ വെബ്സൈറ്റിൽ ഒരുത്തൻ്റെ ലേഖനം, അസോസിയേറ്റഡ് പ്രസിൻ്റെ. അവരുടെ കെട്ടിടവും അൽ ജസീറയും ഒരേ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇസ്രായേൽ പട്ടാളം ഫോൺ ചെയ്ത് പറഞ്ഞു, എടോ വേഗം സ്ഥലം വിട്ടോ, 10 മിനിറ്റ് ഉണ്ട്, തൻ്റെ കെട്ടിടം ഞാൻ തകർക്കാൻ പോവുക. 10 മിനിറ്റോ, പെട്ടെന്ന് സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞു. എല്ലാവരെയും കാലിയാക്കിയിട്ടാണ് കെട്ടിടം തകർത്തത്. ഈ മര്യാദ ആരെങ്കിലും കാണിക്കുമോ? നമ്മൾ കാണിക്കുമോ? അത് മുമ്പൊക്കെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയവരാണ് നമ്മൾ. വാണിംഗ് കൊടുത്തിട്ടാണ് ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും ഡിസിപ്ലിൻഡ് ആൻഡ് കൾച്ചേർഡ് പട്ടാളക്കാരെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെയാണ്. അവർ മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് നിങ്ങൾ ഒഴിഞ്ഞു മാറിക്കോളൂ, ഞങ്ങൾ ബോംബിടാൻ പോവുകയാണ് എന്ന് പറഞ്ഞാണ് ചെയ്യുന്നത് ഇപ്പോഴും. മാത്രമല്ല അവരുടെ പട്ടാളം എന്ന് പറഞ്ഞാൽ എന്താ, വെറുതെ ചാപ്പാടും കൊടുത്ത് നിർത്തിയിരിക്കുന്ന പട്ടാളമല്ല. പ്രൊഫസർമാർ മുതൽ പ്ലംബർമാർ വരെ ഒരാവശ്യം വരുമ്പം ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ആവശ്യം വരുമ്പോൾ നിൻ്റെ വീട് നീ സംരക്ഷിച്ചോളണം, വിത്ത് ഓൾ പവേഴ്സ് ആയുധങ്ങൾ അവന് കൊടുത്തിട്ട് പ്രൊഫസറാണ് സ്വന്തം വീട് സംരക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ആത്മാർത്ഥതയുള്ളത്. നമുക്കാർക്കും സ്വന്തം വീട്, കാശ്മീരിൽ ബോംബ് വിടാൻ എനിക്കെന്താ എന്ന് പറഞ്ഞ് ഉറങ്ങുന്നവനാണ് മലയാളി. ഇസ്രായേലിൽ അത് സാധ്യമല്ല, ഇട്ടാവട്ട സ്ഥലമാണ്, എവിടെ നിന്നൊക്കെ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഓരോ ആളും സജ്ജമാണ്. ഇവരും അതുപോലെ തന്നെയാണ്. പാലസ്തീൻകാരും അവരുടെയും ആയുധം, ഇപ്പോൾ കേണൽ പറഞ്ഞില്ലേ, എവിടെ നിന്നാണ് അവർക്ക് ആയുധം വരുന്നത്? അവർ മൊത്തം ഐസൊലേറ്റഡ് ആണ്. ഒരു വശം മുഴുവൻ കടലായി, അനങ്ങാൻ നിർവാഹമില്ല. ഇങ്ങനെയുള്ളവരുടെ അടുത്ത് റോക്കറ്റ് വരുന്നത് എങ്ങനെയാ? അപ്പോൾ അവർക്കും ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് അവിടുത്തെ സ്ഥിതി. ഞാനിപ്പോഴും പറയുന്നത് നമുക്കിതിൽ മുമ്പ് ഇടപെടാനുള്ള ശക്തിയായിട്ടില്ല, നമ്മളെ ആരും വകവയ്ക്കുകയില്ല. ഇതൊക്കെ നമ്മുടെ സർക്കാരിനൊക്കെ അറിയാം. ഡിപ്ലോമാറ്റിക് വാചകങ്ങളൊക്കെ അടിക്കും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് പോകാൻ നമുക്ക് സാധ്യമല്ല. വേണ്ടാത്ത ചരിത്രം പഠിക്കുകയും അതിൽ കൊണ്ടുപോയി തലവയ്ക്കുകയും ചെയ്ത് സമയം കളയരുത്. ഭാരതത്തിൻ്റെ ചരിത്രം പഠിക്കൂ, ഭാരതത്തെ അഭിമാനപൂരിതമാക്കാൻ നോക്കൂ. ഇതാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇടവേളയ്ക്ക് ശേഷം അങ്ങയിലേക്ക് വീണ്ടും വരാം. നമ്മൾ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ശ്രീ ഷാബു പ്രസാദ്, ഇന്ന് ഈ ചർച്ചയാണെന്ന് അറിഞ്ഞിട്ട് ഒരു പ്രേക്ഷകൻ അയച്ച ചോദ്യമാണ്. 200ഓളം നോബൽ സമ്മാന ജേതാക്കൾ ഇസ്രായേലിൽ നിന്നുണ്ടായി. മാർക്സും ഏംഗൽസും മുതൽ സൊക്കർബർഗ് വരെ നിരവധി പ്രതിഭാശാലികൾ. ഫോർഡ് കമ്പനിയുടെ നിർമ്മാതാവ്. ലോകം മുഴുവൻ വ്യവസായവും വാണിജ്യവും ശാസ്ത്രവും സാങ്കേതികതയും മുഴുവൻ ഇസ്ലാം, ഈ ജൂതമതം ലോകത്തിന് കൊടുക്കുമ്പോൾ ഇസ്ലാം നൽകുന്നത് മതഭീകരത മാത്രമല്ലേ എന്ന ചോദ്യമാണ് ഒരു പ്രേക്ഷകൻ ഉയർത്തിയിരിക്കുന്നത്. എങ്ങനെ കാണുന്നു, എങ്ങനെ പറയുന്നു അങ്ങ്? തീർച്ചയായും ആ പ്രേക്ഷകൻ്റെ ചോദ്യം 100% റെലവൻ്റാണ്, അത് വാസ്തവവുമാണ്. അതായത് ജൂത ജനസംഖ്യ എന്ന് പറയുന്നത് ലോകത്തുള്ളത് ഇന്ന് വരെ ഒരു ഘട്ടത്തിലും പരമാവധി 1.5 കോടിക്കപ്പുറത്തേക്ക് പോയിട്ടില്ല. അതായത് 600-650 കോടി ജനമുള്ള ജനസംഖ്യയുള്ള ഈ ലോകത്ത് എത്ര ശതമാനമുണ്ടത്? 0.1% കാണും. പക്ഷേ ഇത്രയും കാലത്തെ നോബൽ സമ്മാനത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 40% ഈ ജ്യൂസിനാണ് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ 2000 വർഷങ്ങളിൽ ഈ ലോകത്തിനെ ഏറ്റവും അധികം സ്വാധീനിച്ച ചില മഹാവ്യക്തിത്വങ്ങളുണ്ട്. നമ്മൾ അനുകൂലിക്കാം പ്രതികൂലിക്കാം, അത് വേറെ കാര്യം. ജീസസ് ക്രൈസ്റ്റ്
യേശു ക്രിസ്തു, കാർൽ മാർക്സ്, ആൽബർട്ട് ഐൻസ്റ്റീൻ, ഇപ്പോൾ വന്ന് സുക്കർബർഗ്, അങ്ങനെ എത്രയോ പേർ. കാര്യം ഇത് അത്ഭുതാവഹമായ, എന്നും ലോകത്തിനെ വിസ്മയിപ്പിച്ച, അമ്പരപ്പിച്ച ഒരു ജനതയാണിത്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇപ്പം ടി ജി സാർ ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, അവരുടെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഏകദൈവം, ആ ദൈവം മാത്രമേ ഉള്ളൂ, ഏകദൈവ വിശ്വാസം. ആ അബ്രഹാമിക് മതങ്ങളുടെ എല്ലാമുള്ള ആ ഒരു ഏകശിലാ ഘടനയാണ് ഈ ജ്യൂസിനുമുള്ളത്. പക്ഷേ ഇവർ ഇന്ന് വരെ ഒരാളെയും അതിക്രമിച്ചിട്ടില്ല. അവർ നിർബന്ധിത മതപരിവർത്തനം നടത്തിയിട്ടില്ല. മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ജൂതമതത്തിൽ ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നടക്കില്ല സർ, അത് നടക്കില്ല. അത്രമാത്രം ജൂത രക്തശുദ്ധിയിൽ വിശ്വസിക്കുന്നവരാണവർ. അതിൻ്റെ അകത്തെ ശരിതെറ്റുകളൊക്കെ വേറെ നിൽക്കട്ടെ. അങ്ങനെ അതുകൊണ്ടാണ്. അത് മാത്രമല്ല, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കണം. കാര്യം ഇതൊക്കെ ഈ ഒരു ഇത്രമാത്രം ചെറിയ ഒരു ജനവിഭാഗം സ്വന്തം ഭൂമിയോ ഒന്നുമില്ലാതെ സ്വന്തം വിശ്വാസങ്ങളെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ഈ 10,000-2000 വർഷം ഈ ലോകത്ത് നമ്മളുടെ ഇടയിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത് നരവംശാസ്ത്രജ്ഞന്മാർ വൻതോതിൽ ഗവേഷണം നടത്തേണ്ട ഒരു വിഷയമാണിത്. ഓക്കെ, സമയക്കുറവുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. ശ്രീ ഷാബു പ്രസാദ്, ഈ ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കാനുള്ള ആഗോള ഇസ്ലാമിൻ്റെ ഈ തീവ്രവാദമല്ലേ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പിന്നിൽ? ഒറ്റ വാക്ക്. അതെ, 100% അതെ. ഈ പറഞ്ഞ ഒരൊറ്റ ഇതും കൂടെ ഞാൻ ചേർക്കുകയാണ്. ഇത്ര ഒരു ചെറിയ ജനവിഭാഗം ലോകത്തിന് ഇത്രയധികം സംഭാവന നൽകിയപ്പോൾ ഇവിടെ ഇസ്ലാമിക തീവ്രവാദം ഈ ലോകത്ത്, ഈ അറബ് രാജ്യങ്ങൾക്ക് ഏതെങ്കിലും ഇത്രയധികം 140 കോടിയുണ്ടെന്ന് പറയുന്നു, ഒരു മൊട്ടുസൂചി സ്വന്തമായി ഉണ്ടാക്കാൻ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കോ ഈ അറബ് രാജ്യങ്ങൾക്കോ കഴിയുമോ? അവൻ്റെ സ്വന്തം എണ്ണ കുഴിച്ചെടുക്കാൻ അവന് ജൂതന്റെയും അമേരിക്കയുടെയും ടെക്നോളജി വേണം. അങ്ങ് ഒറ്റ വാക്കിൽ എന്ത് പറയുന്നു? ഈ ഭീകരവാദം അവസാനിപ്പിച്ചാൽ മാത്രമല്ല ലോകത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ. തീർച്ചയായിട്ടും ഭീകരവാദം അവസാനിപ്പിച്ചാൽ മാത്രമേ ഇതിനകത്ത് മുന്നോട്ട് പോകാൻ കഴിയൂ. അതിനകത്ത് യാതൊരു സംശയമില്ല. അതിനകത്ത് ഇന്ന മതമൊന്നും മാത്രമല്ല, ഇപ്പം ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന മതത്തിലുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് അതും മനസ്സിലാക്കണം, ഇതൊരു മതത്തിൻ്റെയോ അല്ലത്തിൻ്റെയോ അല്ല. ഭീകരവാദം നമ്മളെ മനുഷ്യത്വം തന്നെ തുടച്ചു മാറ്റാൻ പറ്റുന്നുള്ള രീതിയിലേക്ക് പോകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ടി ജി, അവസാനമായി ഒറ്റ വാക്കിൽ പറയാം, ഇത് അവസാനിപ്പിക്കണം, പാലസ്തീനിലെ സംഘർഷം അവസാനിക്കണം. പക്ഷേ ഭാരതത്തിനൊരു പാഠമാണ്. ആ പാഠത്തിൻ്റെ കാരണം പ്രധാനമായും ഈ ഇസ്ലാമിക ഭീകരത ഉയർത്തുന്ന ഭീഷണി തന്നെയാണ്. എങ്ങനെ കാണുന്നു? ഒറ്റ വാക്കിൽ പറയാം, പാലസ്തീൻ കെട്ടിത്തൂങ്ങി ചത്താലും എനിക്കൊരു ചുക്കുമില്ല. എനിക്ക് ഭാരതത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി. ഭാരതത്തിൻ്റെ ഭരണാധികാരികൾ അത് നോക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതല്ലേ ഒരു സാധാരണ പൗരന് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ 10,000 കിലോമീറ്റർ അകലെ കിടക്കുന്ന അവരുടെ ചരിത്രം പഠിച്ചിട്ട് അവരെ അങ്ങോട്ട് മധ്യസ്ഥത വഹിച്ച് നന്നാക്കാൻ പോവുകയാണോ? ഞാനതുകൊണ്ട് അവർ നമ്മളെ കൊണ്ട് നടക്കാത്ത കാര്യമാണ്. നമുക്കവിടെ വിലയുമില്ല. ചുമ്മാ ഇല്ലാത്ത വലിപ്പം ഭാവിക്കേണ്ട, അവനവൻ്റെ കാര്യം നോക്കുക. ലോകരാജ്യങ്ങളെല്ലാം തന്നെ സ്വന്തം താല്പര്യങ്ങളാണ് നോക്കുന്നത്. ബാക്കിയൊക്കെ വാചകം മാത്രമാണ്. ചരിത്രം അതിന് സാക്ഷിയാണ്. ഓക്കെ, ഞാൻ സമയക്കുറവുകൊണ്ട് മാത്രം ഇടപെടുന്നു. നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ചർച്ച അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ദൃശ്യം കാണിക്കുകയാണ്. ഇത് കാബൂളിലെ ഒരു സ്കൂളിലെ ദൃശ്യമാണ്. ഈ ക്ലാസ്സിൽ പഠിച്ചിരുന്ന 50 കുഞ്ഞുങ്ങൾ, ഭൂരിപക്ഷവും പെൺകുഞ്ഞുങ്ങൾ. ആ പെൺകുഞ്ഞുങ്ങൾ പഠിച്ച ക്ലാസ് മുറിയാണ്. ആ ക്ലാസ്സിലെ ഒരു കുഞ്ഞു പോലും ഇനി ആ ക്ലാസ്സിലേക്ക് തിരിച്ചു വരില്ല. ഇസ്ലാമിക ഭീകരതയുടെ ബാക്കി പത്രമാണ്. സ്വന്തം മതത്തിൽപ്പെട്ട, സ്വന്തം സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് പോലും പഠിക്കുന്നതിനെതിരെ, പാടുന്നതിനെതിരെ, പാട്ട് പഠിക്കുന്നതിനെതിരെ അവരെ ബോംബ് വെച്ച് കൊല്ലുന്ന ആ ഭീകരതയാണ് ഇന്ന് കേരളത്തിലും കാശ്മീരിലും ബംഗാളിലും ഇസ്രായേലിലും ഭീകരതവാദം വളർത്തുന്നത്. ഇത് അവസാനിച്ചേ കഴിയൂ. അതിൽ നിന്ന് മാറി APJ അബ്ദുൽ കലാമിനെ പോലെയും MC ചഗ്ലയെ പോലെയും നല്ല മുസ്ലിങ്ങൾ, ആ മുസ്ലിങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.